മാവോയിസ്റ്റ് നേതാവായ രൂപേഷിനെ പിടികൂടിയതിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന കേരള പോലീസിന്റെ അവകാശവാദം പൊളിയുന്നു. ആന്ധ്ര പോലീസാണ് പിടികൂടിയതെന്ന മാവോയിസ്റ്റുകൾ പറഞ്ഞത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ശരിവെക്കുന്നു. രൂപേഷ് കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നിർണായക വിവരങ്ങൾ തെളിവ് സഹിതം നൽകിയിട്ടും പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞില്ലെന്നും ക്യൂ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രഹസ്യമായി വെളിപ്പെടുത്തുന്നു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് അടക്കമുള്ളവർ പിടിയിലായപ്പോൾ തമിഴ്നാട്, ആന്ധ്ര, കേരള സംസ്ഥാനങ്ങളിലെ പ്രത്യേക സംഘം സംയുക്തമായാണ് ഇവരെ പിടികൂടിയതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും കേരള പോലീസിന് ഈ ഓപ്പറേഷനിൽ പങ്കൊന്നുമില്ലെന്ന സത്യം പുറത്തുവരികയാണ്. ആന്ധ്ര പോലീസ് തനിച്ചാണ് രൂപേഷിനെയും കൂട്ടരെയും വലയിലാക്കിയത്. മുൻപ് പലതവണ രൂപേഷും അനുയായികളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇക്കാര്യം കൃത്യമായി കേരള പോലീസിനെ അറിയിച്ചിരുന്നതായി തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് രഹസ്യമായി പറയുന്നുണ്ട്. കേരള പോലീസ് വിശ്വസിക്കുന്നതിനായി കാട്ടിലൂടെ സഞ്ചരിക്കുന്ന രൂപേഷിന്റെ ഫോട്ടോയും ക്യൂ ബ്രാഞ്ച് കൈമാറിയിരുന്നു. എന്നാൽ തമിഴ്നാട് കൈമാറിയ വിവരങ്ങൾക്ക് കേരളത്തിലെ ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗം പോലും വേണ്ടത്ര പരിഗണന നൽകിയിരുന്നില്ല. നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടും രൂപേഷിനെ പിടികൂടുന്നതിൽ കേരള പോലീസ് കാണിച്ച നിസ്സംഗതയിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന്റെ പങ്കുണ്ടോ എന്നുകൂടി ക്യൂ ബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. രൂപേഷ് അടക്കമുള്ള മാവോയിസ്റ്റുകളെ പിടികൂടിയതിനുള്ള ക്രെഡിറ്റ് കേരള പോലീസിന് കൂടി അവകാശപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കാനാണ് ആഭ്യന്തരമന്ത്രി ശ്രമം നടത്തുന്നത്. എന്നാൽ തങ്ങളെ ആന്ധ്ര പോലീസ് തനിച്ചാണ് പിടിച്ചതെന്ന് രൂപേഷ് അടക്കമുള്ളവർ പറയുന്നു. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇക്കാര്യം രഹസ്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിൻ്റെ ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം സഹിൻ ആൻ്റണി, റിപ്പോർട്ടർ.